അഡീനിയം പ്ലാന്റ് നല്ല ബുഷായിട്ടിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇന്ന് അഡീനിയം പ്ലാന്റ്സ് എങ്ങനെ ബുഷായിട്ട് വളർത്തിയെടുക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഞാൻ അശ്മി സുൽത്താന. വെൽക്കം ടു സുലൂസ് ഡയറീസ്. കുറേ ദിവസമായിട്ട് വിചാരിക്കും നമ്മുടെ അഡീനിയം ഒക്കെ ഒന്ന് പ്രൂൺ ചെയ്യണമെന്ന്. അപ്പോൾ ഇടയ്ക്ക് കുറച്ചെണ്ണമൊക്കെ പ്രൂൺ ചെയ്ത്, അപ്പം ബാക്കി കുറേ ഇരിക്കുവാണ് പ്രൂൺ ചെയ്യാനായിട്ട്. അപ്പം ചെറിയ പ്ലാന്റിൽ വലിയ പ്ലാന്റെന്നൊന്നും ഇല്ല. എല്ലാ ടൈപ്പ് പ്ലാന്റുകളും നമ്മൾ വർഷത്തിലൊരു 2 തവണയെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അഡീനിയം പ്ലാന്റ്സ് വളരെ ബുഷായിട്ട് വളരത്തുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊന്നും പ്രൂൺ ചെയ്താൽ അത് കറക്റ്റ് നല്ല ബുഷായിട്ടൊന്നും വരത്തില്ല. അപ്പം അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത്. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് അതുപോലെ ഫെർട്ടിലൈസേഴ്സൊക്കെ ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പർ 7034016964 അല്ലെങ്കിൽ 68 ഏതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്താൽ അതിൽ നിന്നുള്ള അപ്ഡേഷൻസൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഡിലേ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് ഈ അഡീനിയം പ്ലാന്റ്സിനെ ബുഷാക്കി എടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ബുഷാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് പ്രൂൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു കത്രിക വേണം. പിന്നെ നമുക്കൊരു ഏതെങ്കിലും ഒരു ഫംഗിസൈഡിൻ്റെ സൊല്യൂഷൻ ചെറുതായിട്ട് പേസ്റ്റ് ആക്കാൻ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് എടുക്കാം. അത് ചാരിക്കാനായിട്ട് കുറച്ച് വെള്ളം അതെല്ലാം വേണം. ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പോട്ടി മിക്സ് ഉണ്ടല്ലോ, നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നതായിരിക്കണം. പ്രൂൺ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പായിട്ട് തന്നെ ഈ പോട്ടി മിക്സിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ റീപോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീപോർട്ട് ചെയ്യണം. അപ്പോൾ റീപോർട്ടിങ് അനിവാര്യമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഈ പ്ലാന്റ് അത്രയും നിറഞ്ഞിട്ടില്ലല്ലോ ചട്ടി. അതുകൊണ്ട് ഈ പ്ലാന്റ് ഇപ്പോൾ റീപോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അടുത്ത തവണ നമുക്ക് പ്രൂൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ റീപോർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും വെർമി കമ്പോസ്റ്റും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ദിവസം ആയതാണ് കേട്ടോ. ഇനി നമുക്കിത് പ്രൂൺ ചെയ്യാം. അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ കത്രിക ആയാലും അത് നന്നായിട്ട് ഫംഗിസൈഡിലോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിലോ ക്ലീൻ ചെയ്തെടുത്തായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷനുള്ള പ്ലാന്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ പണി കിട്ടും, നമ്മുടെ പ്ലാന്റിൽ ഇൻഫെക്ഷൻ ആവും. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ ഇങ്ങനെ ഒരു കട്ടിങ് വരും ഇവിടെ ഇങ്ങനെ. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ മാത്രമേ എപ്പോഴും നമ്മൾ ഗ്രാഫ്റ്റിംഗ് പോർഷൻ കഴിഞ്ഞിട്ടുള്ള മുകളിലോട്ടുള്ള ഭാഗം കട്ട് ചെയ്യണം. അപ്പോൾ ബ്രാഞ്ചസ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ അത്രയൊരു അകലം ഇട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പം ആ ബ്രാഞ്ചിൻ്റെ എവിടെ വെച്ചാൽ കട്ട് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെ നിന്ന് ആയിരിക്കും നമ്മുടെ പുതിയ മുളകൾ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഒരേ ഒരു അളവിൽ വെച്ചിട്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് ഒരേ രീതിയിൽ ബുഷായി വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഏറ്റവും മുകളിലായിട്ട് അത്യാവശ്യം ഒരേ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഈ താഴെയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. നമ്മൾ ഈ സാധാരണ ഈ റോസയും അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതേ രീതിയിൽ തന്നെ വേണം വരാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ മറ്റേ കത്രിക മാറ്റിയിട്ട് വേറൊരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഇന്ന് ചതയുന്ന പോലെ ഒരു ഫീല്. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ കട്ട് ചെയ്ത ബ്രാഞ്ചിനെ നമുക്ക് വേണമെങ്കിൽ വേറെ പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വരുന്ന കറകൾ നമ്മൾ തുടച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇതിങ്ങനെ വേണ്ടൊരു പൊള്ളൽ പോലെ ഇങ്ങനെ ഡാമേജ് വരും പ്ലാന്റിന്. അപ്പോൾ അതങ്ങ് തുടച്ച് കളയാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച്. നമുക്ക് കുറച്ച് സാഫിൻ്റെ പൗഡർ പേസ്റ്റ് ആക്കാനായിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രൂൺ ചെയ്ത ഭാഗത്തെടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത പോർഷനിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത സാഫ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അന്നേരം ഇത് സാഫ് ഇല്ലെന്നുണ്ടെങ്കിൽ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചാൽ ഇവിടെ ഒരു കവറിങ് കിട്ടും. അപ്പോൾ അന്നേരം വെള്ളമൊന്നും ഇതിനകത്തോട്ട് ഇറങ്ങത്തില്ല, ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമുക്ക് സാഫ് അടിച്ചു കൊടുക്കാവേ. ഇപ്പോൾ സാഫ് മെഴുകുതിരി ഇല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലുള്ള കറുകപ്പട്ട ഉണ്ടല്ലോ, കറുകപ്പട്ട പൊടിച്ചത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം ചാലിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ സാഫ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത പ്ലാന്റ് ഒരു കാരണവശാലും മഴയത്ത് വെക്കരുത്. അപ്പോൾ മഴ കുറവുള്ള സമയത്ത് വേണം ചെയ്യാനായിട്ട്. പറ്റുമെങ്കിൽ ഒരു സെപ്റ്റംബർ ഡിസംബർ ആ ഒരു സമയത്തൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്യുന്നതെങ്കിൽ മഴയില്ലാത്തടത്ത് വയ്ക്കുക. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടി വെള്ളം ഇറങ്ങും, നമ്മുടെ ഈ കോഡക്സൊക്കെ ചീത്തയായി പോവും. ഇതിപ്പോൾ ഒരു 7 വർഷത്തോളം പഴക്കമുള്ള ചെടിയാണ്. അപ്പോൾ അത്രയൊക്കെ ആയെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ബൾബൊക്കെ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നല്ല ഷേപ്പിലൊക്കെ ഇത് വരാൻ നല്ലതായിട്ട് മഴയൊന്നും ഇല്ലാത്തടത്ത് വെച്ചാൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ഇരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച 1-2 പ്ലാന്റ് കാണാം. ഈ പ്ലാന്റ് കണ്ടോ, നമ്മൾ നേരത്തെ പ്രൂൺ ചെയ്ത പ്ലാന്റ് ആണത്. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആയിക്കാണ്. നമ്മളത് പ്രൂൺ ചെയ്ത ദിവസം തന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേണമെങ്കിൽ കണ്ടു നോക്കെ. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പ്രൂൺ ചെയ്തിട്ട് ഇത്രയും ദിവസം കൊണ്ട് പെട്ടെന്ന് ഇതുണ്ടോ ചെറിയ മുളകൾ വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ മുളകൾ നമ്മൾ കട്ട് ചെയ്യുന്ന തൊട്ട് താഴെയുള്ള ഭാഗത്തു നിന്നായിരിക്കും വരുന്നത്, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാനായിട്ട്. ഇനി ഇത് നല്ല ബുഷായിട്ട് വരും. ഇത് ഞാൻ മഴയൊന്നും കൊള്ളാതെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് ഇപ്പോൾ ഗ്രോത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സീഡുള്ള ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സീഡ് നന്നായിട്ട് ഈ സീഡ് എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ബ്രാഞ്ച് ഞാൻ കട്ട് ചെയ്തില്ല ഇത് പ്രൂൺ ചെയ്ത സമയത്ത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ സീഡ് നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ നിർത്തിയിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് തുടച്ചില്ലെങ്കിൽ ഇതാ ഇത് കണ്ടോ, ഇതിൽ ചീച്ചിലുണ്ടാവും പ്ലാന്റിൽ. അങ്ങനെയുള്ള ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ആ ഭാഗത്ത് വീണ്ടും ഒരു ചീയൽ പോലെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോർഷൻ കൂടെ കട്ട് ചെയ്ത് കളയാവേ, അതല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവും. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ഭാഗം വരെ കാണുന്ന വരെ നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് സാഫ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് പ്ലാന്റ്സിൽ ഇങ്ങനെ കേടൊക്കെ വന്നാൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്തൊക്കെ വളം കൊടുക്കണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.